മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് ചക്ക വഴറ്റിയെടുത്താലോ? വഴറ്റിയെടുക്കാം. ആദ്യം ചക്ക വെട്ടി അടത്തി അരിഞ്ഞ് നമുക്ക് വഴറ്റിയെടുക്കാം. അടുപ്പിൽ വെച്ച് നമുക്ക് നെയ്യും, മധുരം വേണ്ട കേട്ടോ, നല്ല മധുരമുള്ള ചക്കയാണ്. നെയ്യും ഏലക്കായ, ജീരകം, ചുക്ക് എല്ലാം കൂടെ പൊടിച്ചിട്ട് ഇളക്കി വഴറ്റി എടുക്കുക. അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ശോശാമ്മ കിച്ചൺ. ചക്ക വഴറ്റിയത് നമുക്ക് വഴറ്റിയെടുത്തത് കണ്ടോ. ഇനി ഇത് വേണേൽ നമുക്ക് അലുവ ഉണ്ടാക്കാൻ പോലെ ഞാൻ മൂപ്പ് കുറച്ച് വാങ്ങിയതാണ്. ഇനി ഇത് നമുക്ക് അരിപ്പൊടിയോ മുത്താരി എന്തെങ്കിലും ചേർത്തിട്ട് അലുവ പോലെ ഉണ്ടാക്കിയെടുക്കാം. ചക്കയുള്ള സമയത്തൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കുക. ചക്ക വഴറ്റിയത് അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ശോശാമ്മ കിച്ചൺ. ചക്ക വഴറ്റിയെടുത്തത്. അതിന് ചേരേണ്ട സാധനങ്ങളൊന്നും കൂടെ ഞാൻ പറയാം. ചക്ക വെട്ടി പഴുത്ത ചക്ക വെട്ടി അടത്തി അരിഞ്ഞ് ഉരുളിയിലിട്ട് വഴറ്റി നെയ്യും ജീരകവും ഏലക്കായും എല്ലാം കൂടെ പൊടിച്ചിട്ട് ഇളക്കി വഴറ്റി കുറുക്കി പറ്റിച്ചൊക്കെ എടുത്തതാണ് ചക്ക വഴറ്റിയത്. അതുകൊണ്ട് നമുക്ക് സൂക്ഷിച്ച് വെച്ചാൽ ചക്കയപ്പം ഉണ്ടാക്കാം, അലുവ ഉണ്ടാക്കാം. അതുപോലെ നമുക്ക് എന്താ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അതൊക്കെ ഉണ്ടാക്കാം ഇതുകൊണ്ട്. ഇതൊക്കെ എൻ്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ശോശാമ്മ കിച്ചൺ.